2026 JEE പേപ്പർ 2 ബി പ്ലാനിംഗ് എക്സാമിൽ 100% സ്കോറോടുകൂടി ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ വിദ്യാർത്ഥിയാണ് ഗൗരി ശങ്കർ. കഴിഞ്ഞ 2 വർഷമായി മാന്നാനം KE സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെയും വിദ്യാർത്ഥിയാണ്. ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നതിനായി ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാറും അതുപോലെ തന്നെ KE മാന്നാനം സ്കൂളിന്റെ പ്രിൻസിപ്പൽ ജെയിംസ് മൂലശ്ശേരി അച്ഛനും ബ്രില്യന്റിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ബിനോയ് സാറും ജോണി സാറും സെന്റർ കോർഡിനേറ്റർ ബിജോർജി സാറും എല്ലാവരും ഞങ്ങളോടൊപ്പം ചേരുകയാണ്. സോ ഈ ഒരു സന്തോഷ നിമിഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. JEE പേപ്പർ 2A 2Bയുടെ റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. BARC ബി പ്ലാനിംഗ്. ഗൗരി ശങ്കറിനാണ് ബി പ്ലാനിങ്ങിന് ഓൾ ഇന്ത്യ ഫസ്റ്റ് വന്നിരിക്കുന്ന 100%. ഇന്ത്യയിൽ ഒരേ ഒരു കുട്ടിക്ക് മാത്രമേ 100% ലഭിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ ഗൗരി ശങ്കറിനാണ്. അതിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. മാത്തമാറ്റിക്സിന് ഫുൾ മാർക്കും ഉണ്ട്. മാത്തമാറ്റിക്സ് ഫുൾ മാർക്കോടെയാണ് ഈ അച്ചീവ്മെന്റ് നേടിയിരിക്കുന്നത്. പിന്നെ BARCിനാണെങ്കിലും നല്ല പെർസെന്റേജ് സ്കോർ 99.92% ഗൗരി ശങ്കർ നേടിയിട്ടുണ്ട്. അതിനും പ്രത്യേക അഭിനന്ദനങ്ങൾ നേടുകയാണ്. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗൗരി ശങ്കർ ബി പ്ലാനിങ്ങില് ഇന്ത്യയില് ഒന്നാമനായിട്ട് എത്തി എന്നുള്ളത്, ഫസ്റ്റ് റാങ്ക് സ്കോർ ചെയ്തു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത JEE മെയിൻസിന്റെ ഫസ്റ്റ് ഫേസ് റിസൾട്ടിൽ 99.84% സ്കോർ ചെയ്ത ആളാണ്. ഇനിയും വളരെയേറെ റാങ്കുകൾ നേടിയെടുക്കാനുള്ള ആളാണ്. എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. നമ്മുടെ മാന്നാനം KE സ്കൂൾ ബ്രില്യന്റ് പാലയുടെ നേതൃത്വം നടത്തുന്ന ഈ ഒരു എൻട്രൻസ് പ്രോഗ്രാമിന്റെ ഒരു ഫലമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വളരെയേറെ ഉന്നതമായ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു പോകുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനവരെ സഹായിക്കുന്ന രീതിയിലുള്ള കോച്ചിങ് കൊടുക്കുന്ന ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാർ ഉൾപ്പെടെയുള്ള മറ്റ് ഡയറക്ടേഴ്സ്, ബ്രില്യന്റ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും മാന്നാനം KE സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. അതുപോലെ ഗൗരി ശങ്കർ, അതുപോലെ ഇവിടെ നിൽക്കുന്ന ഈ പ്രതികളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആദരിച്ച ആളുകൾ തന്നെയാണ് നിൽക്കുന്നത്. ഇവരെല്ലാവരും അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തോടുള്ള പരിശ്രമം അവരെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം വരുന്ന കുട്ടികൾക്കും അടുത്ത വർഷം JEE എഴുതാനുള്ള കുട്ടികൾക്കും ഒക്കെ ഇവർ മാതൃകയാണ്. ഇപ്പോഴും ഇവർ JEE മെയിൻസിന് വേണ്ടിയിട്ട് അതുപോലെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഗൗരി ശങ്കറിന് ഈ ഒരു ഉന്നതമായ ഒരു റാങ്ക്, ഇന്ത്യയിലെ ആകെ ഒരാളാണ് 100% സ്കോറിലേക്ക് എത്തിയിരിക്കുന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ അവസരം എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. BARCിന് ഇന്ത്യയിൽ 10 NITകളിലും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഡൽഹി, വിജയവാഡ, ഭോപ്പാൽ എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 1000-ഓളം സീറ്റുകളാണ് BARCിനുള്ളത്. ബി പ്ലാനിങ്ങിന് 2 NITയും അതുപോലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറും ചേർന്ന് ഏകദേശം 250-ഓളം സീറ്റുകളാണ് ബി പ്ലാനിങ്ങിനുള്ളത്. BARC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്കിടെക്ചറാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, വീടുകളെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് BARC വെച്ച്. ബി പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ടൗൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് ബി പ്ലാനിംഗ് എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BARC എന്ന് പറയുന്ന കോഴ്സ് 5 ഇയർ കോഴ്സാണ്. അതുപോലെ ബി പ്ലാനിംഗ് എന്ന് പറയുന്ന 4 ഇയർ കോഴ്സാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ഉത്സവമാണ്. ബി പ്ലാനിങ്ങില് ഓൾ ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് മേടിച്ച ഏറ്റവും മിടുക്കൻ്റെ അടുത്താണ് നമ്മൾ വരുന്നത്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ എനർജറ്റിക്കായിട്ട് നന്നായിട്ട് ചെയ്യുന്ന നമ്മുടെ കുട്ടികളുടെ കൂടെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ മാന്നാനം KE സ്കൂളിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനുണ്ട്. അച്ഛൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ നന്നായിട്ട് നമ്മളെ കുട്ടികൾ വളർന്നു വരാനും നല്ല റിസൾട്ടിലേക്ക് എത്താനും ബ്രില്യന്റിനെ സഹായിക്കുന്നത്. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രത്യേകിച്ച് മാന്നാനം KE സ്കൂളിനും ജെയിംസ് അച്ഛനും പ്രത്യേകം ഈ അവസരത്തിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും
നേരുന്നു. നന്നായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ മിടുക്കന്മാരെ പ്രത്യേകം നമ്മൾ ഓർക്കുന്നു. രണ്ടായിരത്തി 2026 ജെയ്മെൻ്റെ ഫസ്റ്റ് ഫേസിൽ ബി പ്ലാനിംഗ് ഓൾ ഇന്ത്യ ഫസ്റ്റ് വരെ നമുക്ക് നേടി ഗൗരിശങ്കർ വഴി. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ഇത് മാത്രമല്ല, നമുക്കിനി ഇഷ്ടംപോലെ പരീക്ഷകൾ വരാനുണ്ട്. ജെയ് മെയിൻ്റെ ഫേസ് 2 വരുന്നുണ്ട്, ജെയ് അഡ്വാൻസ് ഉണ്ട്. ജെയ് അഡ്വാൻസൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അതെല്ലാം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗൗരിശങ്കറിനെ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ഇതിനു വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഇത്തവണ ശ്രമിച്ച് വിജയം നേടിയവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. താങ്ക് യു. 2026 ജെയ് മെയിൻ ജെയ് പേപ്പർ 2 എക്സാമിന് ബി പ്ലാനിംഗ് കാറ്റഗറിയിൽ 100% സ്കോറും അതുപോലെ തന്നെ BR കാറ്റഗറിയിൽ 99.92% സ്കോറും സ്വന്തമാക്കിയ ബ്രില്യന്റിന്റെയും കെ മാങ്ങാന സ്കൂളിന്റെയും അഭിമാനമായ ഗൗരി ശങ്കറാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും. ആദ്യമേ ചോദിക്കട്ടെ, പ്രധാനമായും പഠിച്ചിരുന്നത് ജെയ് മെയിൻ പേപ്പർ 1 വേണ്ടി തന്നെയായിരുന്നു. എന്താണ് ഒരു വിദ്യാർത്ഥി പേപ്പർ 2 വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഓൾറെഡി ജെയ് മെയിൻ പേപ്പർ 1 വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. എനിക്ക് അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നത് ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരുന്നു. അതും പിന്നെ മാത്സ് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്സിന് ഫുൾ മാർക്കും 100% സ്കോറും നേടിയിരുന്നു. എങ്ങനെയാണ് ആ ഒരു എക്സാം പ്രിപ്പറേഷനും ആ ഒരു എക്സാം ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ടൈം ഞാൻ ലൈക്ക് അത്യാവശ്യം കുറച്ച് ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ കുറച്ചൊന്ന് നോക്കിയിട്ടായിരുന്നു പോയത്. അപ്പം ആർക്കിടെക്ചറിനെ കുറിച്ച് എനിക്ക് ലൈക്ക് അറിയാവുന്നതൊക്കെ വന്നപ്പം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. അത് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെ എഴുതി ഒരു കോൺഫിഡൻസ് വെച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ എഴുതി തീർക്കാൻ പറ്റിയ. പ്രധാനമായിട്ടും ജെയ് മെയിൻ പേപ്പർ 1 ആയിരിക്കുമല്ലോ ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നത്. ഇനി എന്തൊക്കെയാണ് ജെയ് അഡ്വാൻസിന് വേണ്ടിയുള്ള മറ്റു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പം ജെയ് അഡ്വാൻസിനായിട്ട് ഇപ്പം ഫർദർ ലൈക്ക് ഡിലീറ്റഡ് ടോപ്പിക്സും അതർ ടോപ്പിക്സ് ഒക്കെ ഞാൻ ഇൻ ഡെപ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ജെയ് അഡ്വാൻസ്ഡ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ജെയ് മെയിൻ പേപ്പർ 1 എക്സാമിന് 99.84% ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ബി പ്ലാനിംഗ് കാറ്റഗറിയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു മധുരമുള്ള ഒരു സിറ്റുവേഷൻ. അതായത് ഓൾ ഇന്ത്യയിൽ ഒരേ ഒരു 100% ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ 1 അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിത്തമൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റലിലെ വിദ്യാർത്ഥി തന്നെയല്ലേ? എങ്ങനെയാണ് ഒരു പഠിത്തത്തിന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? ടോപ്പേഴ്സിന്റെ കാര്യങ്ങൾ അറിയാൻ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം കാണും. ഇവിടുത്തെ ഹോസ്റ്റൽ ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ലൈക്ക് ഞങ്ങളെല്ലാം ഒരു ഭയങ്കര ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വി ഓൾ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പഠിച്ചു വന്നത്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റേ ആൾ സോൾവ് ചെയ്ത് തരും. ആൻഡ് ദ സെയിം ഗോസ് ലൈക്ക് ദി അതർ വേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ലൈക്ക് മ്യൂച്വലി ഗ്രോ ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് വെരി ഹെൽപ്ഫുൾ. ഒന്നുകൂടെ ചോദിക്കാൻ ആഗ്രഹിക്കണം, ഏതാണ് ഒരു ഡ്രീം കോളേജും ഡ്രീം ക്യാമ്പസും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെയാണ്? ഡ്രീം കോളേജസ് ആയിട്ട് IITs തന്നെയാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. ഏത് ബ്രാഞ്ചാണ് താല്പര്യം? കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. മെയിനായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഹോപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ് മുതൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഫൗണ്ടേഷൻ വിദ്യാർത്ഥിയാണ്. ഇനി വീട്ടുകാരെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എവിടെയാണ് നാട്ടിലെ? ആലപ്പുഴ. ആലപ്പുഴക്കാരനാണ്. ഫാദർ മദർ എന്ത് ചെയ്യുന്നു അവരൊക്കെ? ഫാദറിന്റെ പേര് വിനോദ് കുമാർ എന്നാണ്. ഇപ്പം കൊച്ചി വർക്ക് ചെയ്യുന്നു. അമ്മ രശ്മി വിനോദ് സ്കൂൾ ടീച്ചറാണ്. GPS ഹരിപ്പാടി വർക്ക് ചെയ്യുന്നു. ഒരു അനിയനുണ്ട് ദേവനാരായൺ. അവനിപ്പം നാട്ടിൽ തന്നെ പഠിക്കുന്നു. ബിഷമൂർ മാവേലിക്കര പഠിക്കുന്നു. അപ്പം ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് ഞാൻ എന്ത് ആവശ്യം പറഞ്ഞാലും അപ്പം തന്നെ എന്നെ സാധിച്ചെന്ന് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോയത്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഏതൊരു പുതിയ ടാസ്ക് ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് തന്നിരുന്നത്. പിന്നെ കീമാനം സ്കൂളിലെ പ്രിൻസിപ്പൽ മുലശ്ശേരി അച്ഛൻ ഭയങ്കര മുലശ്ശേരി അച്ഛൻ, പിന്നെ ജോസഫ് സർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, പിന്നെ ബ്രില്യൻ കോർഡിനേറ്റർ ബിജു സർ, സെബാസ്റ്റ്യൻ സർ ഡയറക്ടർ, പിന്നെ ബിനോയ് സർ, ജോണി സർ, ഇവരെല്ലാം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്ത് ലൈക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഒന്ന് നല്ല രീതിയിൽ പുഷ് ഫോർവേഡ് ചെയ്തു. അതൊക്കെ തന്നെയാണ് ലൈക്ക് ഇതൊരു മെയിൻ മോട്ടിവേഷൻ, ലൈക്ക് ഈ മുമ്പോട്ടുള്ള ഒരു മെയിൻ മോട്ടിവേഷൻ ആയിട്ട് റിസൾട്ട് ചെയ്തത്. അപ്പം ഈ വിജയം എൻ്റെത് മാത്രമാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഭയങ്കര വലിയൊരു കമ്പൈൻഡ് എഫേർട്ടിന്റെ ഫലമാണ്. അപ്പം
താങ്ക്സ് ടു എവറി വൺ ആൻഡ് താങ്ക്സ് ടു ഗോഡ് ഹു ഹാസ് സപ്പോർട്ടഡ് മീ. ഗൗരി ശങ്കറിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിനും അതുപോലെ തന്നെ കേരളത്തിന് മുഴുവൻ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഗൗരി ശങ്കറിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ. അന്നും ഇന്റർവ്യൂവും അനുമോദനങ്ങളുമായി ഞങ്ങൾ ഓടിയെത്തും. എല്ലാവിധ ആശംസകളും. താങ്ക്സ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.